ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് മീനുകളുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെട്രാസൈക്ലിൻ്റെ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേസമയം വേറൊരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ടെട്രാസൈക്ലിനും ഉപ്പും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാസൈക്ലിനും ഉപ്പും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാം. ഹാംഫുൾ ആയിട്ടുള്ള റിയാക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സേഫായിട്ട് യൂസ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഡോസേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ടെട്രാസൈക്ലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഫിൻ റോട്ട്, ടെയിൽ റോട്ട്, ഗിൽ റോട്ട്, ബോഡി അൾസേഴ്സ്, സെപ്റ്റിസീമിയ, ഡ്രോപ്സി പോലുള്ള ഡിസീസുകൾക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രീതിങ് കാര്യങ്ങൾക്കൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് 500 mg ആണ്. മൈൽഡ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 10 mg ആണ് നമ്മൾ ടെട്രാസൈക്ലിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് സീരിയസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 mg ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ എന്നുള്ള അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റൽ ടാങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ എപ്പോഴും നല്ല രീതിയിലുള്ള എയറേഷൻ കൊടുക്കണം. കാലാവസ്ഥ തണുപ്പാണ്, വെള്ളം തണുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ടെട്രാസൈക്ലിനും ഉപ്പും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുന്നതിൽ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കാണാം ഉപ്പ് ഈ ഒരു ടെട്രാസൈക്ലിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പല്ല, മറ്റ് മിനറൽ സോൾട്ടുകളായിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെയാണ്. സാധാരണ അക്വേറിയം സോൾട്ട് അല്ലെങ്കിൽ കോമൺ സോൾട്ടുമായിട്ട് ടെട്രാസൈക്ലിന് യാതൊരു ഇഷ്യൂവും വരുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് വാട്ടറിലാണ് ഈ ഒരു ടെട്രാസൈക്ലിൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഹാർഡ് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതേസമയം ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽ കണ്ടൻറ്റ് കൂടുതലാണ്, പ്രധാനമായിട്ടും കാൽഷ്യം, മെഗ്നീഷ്യം. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൽ ഈ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഹൈ കോൺസെൻട്രേഷൻ വരുമ്പോൾ ഈ ടെട്രാസൈക്ലിൻ ഇതുമായിട്ട് ബൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ടെട്രാസൈക്ലിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കുറയാണ് ചെയ്യുന്നത്. മീനിൻ്റെ ശരീരത്തിലേക്ക് ഈ ഒരു മെഡിസിൻ അബ്സോർബ് ചെയ്യുന്നത് കുറയും. സോഫ്റ്റ് വാട്ടറിന് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം, അതുപോലെ തന്നെ കിണറിലെ വെള്ളമൊക്കെ സോഫ്റ്റ് വാട്ടറാണ്. ഹാർഡ് വാട്ടറിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർവെല്ലിൽ നിന്ന് വരുന്നത് നമുക്കറിയാം പാറയൊക്കെ തുറന്ന് വരുന്നതാണ്. അപ്പോൾ മിനറൽസ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഹൈ മിനറൽ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹാർഡ് വാട്ടറാണ്. അതുപോലെ തന്നെ ടാപ്പ് വാട്ടർ ഹാർഡ് വാട്ടറിന് ഉദാഹരണമാണ്. ഇനി പുഴകളിലെയും അതുപോലെ തന്നെ നദികളിലെയും വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഉള്ള വെള്ളം എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടറാണ്. എന്നാൽ വേറെ പല രാജ്യങ്ങളിലും ഇതുപോലെ നാച്ചുറലായിട്ട് വരുന്നത് ഹാർഡ് വാട്ടറാണ്. അത് ലൊക്കാലിറ്റി അനുസരിച്ചാണ്. ഈ പുഴകളും നദികളൊക്കെ കടന്നു വരുന്ന സ്ഥലം മിനറൽ റിച്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഹൈ മിനറൽ കണ്ടൻറ്റ് ആയിരിക്കും ആ വെള്ളത്തിൽ, അപ്പോൾ അത് ഹാർഡ് വാട്ടർ ആയിരിക്കും. അതേസമയം മിനറൽസ് കുറഞ്ഞ ഏരിയയിൽ കൂടെയാണ് ഈ പുഴകളും നദികളൊക്കെ ഒഴുകണമെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് വാട്ടർ ആയിരിക്കും.